ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ലെറ്റ്സ് ടോക്ക് ആണ്. നമ്മൾ 2026 ലെറ്റ്സ് ടോക്ക് ചെയ്തിട്ടില്ല. ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് പോവാമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് ലെറ്റ്സ് ടോക്കിലെ വിഷയം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ സംശയങ്ങൾക്കുള്ള ഉത്തരം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് വിൻചേച്ചി നമ്മള് ഇപ്പോ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ കോഴ്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കടക്കാൻ പറ്റുക, ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ പറ്റും, ഒരു കുക്കിങ്ങിന്റെ ഫീൽഡിന്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് പറയാ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ തീരുമാനിക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കുക, ലൈക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പ്രിസൈസ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു റെസ്റ്റോറന്റിൽ നിങ്ങൾ ഒരു ഷെഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ജോലി ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? അതല്ല എന്താണ് പറയാ, നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ കീഴിൽ കുറെ ഷെഫുകൾ ഉണ്ടാവും, എന്നാൽ നിങ്ങളും കുക്ക് ചെയ്യും. അപ്പോൾ ഓരോ ഫീൽഡിനനുസരിച്ചിട്ടാണ് പഠിത്തങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി എന്റെ കരിയറിൽ തുടങ്ങിയത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഷെഫ് ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. വർക്കിംഗ് എന്നുള്ള നിലയിൽ ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തു, പല പ്രൈവറ്റ് ഷെഫ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തു. അതൊക്കെ എക്സ്പീരിയൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതിന്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട്, പ്രത്യേകിച്ചിട്ട് ദുബായിൽ KHDA സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ എങ്ങനെയുള്ള ലൈസൻസ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഫ്ലറിഷ് ആവാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് പറയാ, ഒരു റെസ്റ്റോറന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ നിങ്ങൾ ഫോളോ ചെയ്യും. അതല്ല നിങ്ങളായിട്ട് നടത്തുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈസൻസ് വേറെയാണ്. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെഡിൽ പോയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തു തരുന്ന ഏതെങ്കിലും കൺസൾട്ടന്റിനെ പോയി കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാം. ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട്, ഓക്കെ, ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് മുടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസും അത്രയും എക്സ്പീരിയൻസും നമുക്ക് വേണം. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തത്. അത് റെഡിയായി എന്ന് കണ്ടപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയി. ഇനി വരുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള രീതിയിലായത്? എസ്റ്റാബ്ലിഷ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ബിസിനസ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ബിക്കോസ് മാർക്കറ്റിങ്ങിനായിക്കോട്ടെ, ഒരു ഫിനാൻസിനായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്റെ ഒരു നോട്ടത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ആയിട്ടില്ല, പക്ഷെ ആവും. ഒരു ദിവസം ഞാൻ ഡെഫിനറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു വിഷനോട് കൂടിയിട്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളത്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തായാലും ഉണ്ടാവും. ഓഫ് കോഴ്സ് നമ്മൾ ഒരു ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിഷ്യൽ സ്റ്റേജസ് ആണ്. നമുക്ക് എന്തായാലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ കഷ്ടപ്പെടണം. രാവും പകലും കഷ്ടപ്പെട്ടേ പറ്റൂ. ഇവിടെ ഒരു ബ്രേക്ക് ഇല്ല. നിങ്ങൾക്കത് എന്താണ് പറയാ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഡർ കിട്ടില്ല. നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല. ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അവിടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. രാവും പകലും നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുക. ബിക്കോസ് ഇതിന്റെ കോമ്പറ്റീഷൻ വേറെ ലെവലാണ്. നിങ്ങൾ അല്ലെങ്കിൽ 100 പേര്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ വേണം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഉറക്കൊഴിച്ചിട്ടെന്ന് മാത്രമല്ല, അധ്വാനമുള്ള കാര്യമാണ്, ചൂടത്ത് നിൽക്കുന്ന കാര്യമാണ്. 20-22 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് നിന്ന് ജോലി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതൊക്കെ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം ഇതിലേക്ക് കടക്കുക. അതല്ലാണ്ട് ഫാൻസി ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മിണ്ടാതെ വരിക്കാം. പക്ഷെ നമ്മളെ മാതിരി, അതായത് എന്താണ് പറയാ, ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കണ്ടിട്ട് അതിനെ കൊണ്ട് നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ പറയും എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സംഭവങ്ങളും നടക്കുന്നത് എന്നുള്ളത്.
ഇനി ഒരുപാട് പേര് എന്റെ പോസ്റ്റ് കണ്ടതിന് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ജോബ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ പറ്റുക, എങ്ങനെ നിങ്ങൾ അത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഒരു ഷെഫ് എന്ന് പറയുന്ന സമയത്ത് വെറുതെ പാചകം ചെയ്യൽ മാത്രമല്ല, ദർ ഇസ് പ്രൈവറ്റ് ഷെഫ്. നിങ്ങൾ ഒരു സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ട്, വൈ ഡു സെലിബ്രിറ്റി ഷെഫ് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? സെലിബ്രിറ്റി ഷെഫ് എന്ന് നമ്മളെ വിളിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള VVIPs നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ അവരുടെ ഷെഫായിട്ട് അവരുടെ ഡയറ്റ് ഒക്കെ നോക്കി ഫോളോ ചെയ്ത് അവരുടെ പേഴ്സണൽ ഷെഫായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രൈവറ്റ് ഷെഫായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തൊക്കെ ജോബ്സ് വരാൻ പറ്റും? ഷുവർ ആയിട്ട് നമുക്ക് കേറ്ററിംഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ എന്ത് വേണമെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീസ്, ഈവന്റ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റ് കുറെ കാലമായി പ്രവർത്തിക്കുന്നു. ആ റെസ്റ്റോറന്റിന് ഒരു മാറ്റം വേണം. ഓക്കെ, അവിടെയുള്ള ഷെഫിന് ഒരു മോട്ടിവേഷൻ വേണം, അവിടെയുള്ള ഒരു ടീമിന് ഒരു മോട്ടിവേഷൻ വേണം, അവരുടെ മെനുവിന് ഒരു പുതിയ ഒരു സംഭവം വേണം, അവരുടെ മെനു അതേപോലെ തന്നെ വെച്ചിട്ട് കുറെ മാറ്റങ്ങളായിട്ടുള്ള രീതിയിലുള്ള പുതിയ ഐറ്റംസ് ആഡ് ചെയ്യണം. പ്ലസ് അവരുടെ ആ ഒരു എന്താണ് പറയാ, അവരുടെ ആംബിയൻസിനും അവർ സെർവ് ചെയ്യുന്നതിനും അവരുടെ പ്രസന്റേഷനും എല്ലാത്തിനും ഒരു മാറ്റം വരണം എന്നുള്ളത് ഒരു റെസ്റ്റോറന്റ് ഓണർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് സെലിബ്രിറ്റി ഷെഫ്സിനെയും പ്രൈവറ്റ് ഷെഫ്സിനെയും അപ്രോച്ച് ചെയ്യാം. നമ്മൾ ഫീൽഡിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ അവിടെ പോകുന്നു. അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു, അവർക്ക് എന്താ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്ക് പല ഈവന്റ്സ് ഉണ്ടാവും. ആ ഈവന്റിനെ ഹെഡ് ചെയ്ത് നടത്താൻ ഒരാളുണ്ടാവില്ല. അപ്പോൾ അത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എന്താ ഈ സർവീസ്? ആൾക്കാർ വന്ന് ആ കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഒരു ഷെഫ് വന്നിട്ട് നമ്മളുടെ അടുത്ത് സംസാരിച്ച് എന്തൊക്കെയുണ്ട്, കെയറോട് കൂടിയിട്ട് ഒരു ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയിട്ട് ക്ലയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. സോ ഈ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുക. ഓക്കെ, ഒരു റെസ്റ്റോറന്റിനെ നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് അവിടുന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് വി ടേക്ക് ഇറ്റ് ഔട്ട്. എന്നിട്ട് നമ്മൾ അവർക്ക് പുതിയ അവരുടെ ഡിഷനെ വേറെ രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അവരുടെ റെസ്റ്റോറന്റിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതേമാതിരി ആ ഒരു ടീമിന് എന്തൊക്കെ മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും, അവർക്ക് വലിയൊരു ഈവന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഹെഡ് ചെയ്ത് നടത്താൻ പറ്റും, ആ മെനു എങ്ങനെ നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റും, ആ ചാർട്ട് ചെയ്ത മെനു അവിടെ എത്തിച്ച് അവിടെ കൊടുത്ത് ആ ബൊഫേ സിസ്റ്റം എല്ലാം അറേഞ്ച് ചെയ്ത് അതിനെ ബ്യൂട്ടിഫുൾ ആക്കി ആ ഈവന്റിനെ എത്ര ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു ഷെഫ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഷെഫ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോളും കൂടി നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സോ അതിന് നിങ്ങൾക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ കുറിച്ച് മാർക്കറ്റിൽ അവർ അന്വേഷിക്കും. ബിക്കോസ് ഒരു വലിയ നടന്നുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ച് തരാൻ പോകുന്നത്. അതിൽ ഒരു ഡോട്ട് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനാണ് അത് ബാധിക്കുക. സോ നമ്മൾ ഒരു ഈവന്റ് ഉണ്ട്, ആ ഈവന്റിനെ ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തണു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസ് ലെവലോട് കൂടിയിട്ട് ഒരു എൻറ്റയർ ടീമിനെ എടുത്ത് നടത്താനുള്ള ത്രാണി നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ഈവന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു റെസ്റ്റോറന്റിന് അങ്ങനെയാണ്, ഞാൻ അവരുടെ പ്രൈവറ്റ് ഷെഫാണ് ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ്. ഒരു 3000 പേരാണ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ. അതായത് 3000 പേരെ നമ്മൾ സർവീസ് ചെയ്യണം. അപ്പൊ 3000 പേര് സർവീസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ചാർട്ട് ചെയ്തിട്ടുള്ള മെനു അവിടെ കംപ്ലീറ്റ് ആയിട്ട് എത്തിയിരിക്കണം, സ്റ്റോക്സ് എത്തിയിരിക്കണം, അവിടെ കംപ്ലീറ്റ് സർവീസിന് റെഡി ആയിരിക്കണം. ആൻഡ് ഈ കണ്ട ആൾക്കാർ വരുന്ന സമയത്ത് ആ പോർഷൻ കൺട്രോളോട് കൂടിയിട്ട് നമ്മൾ സെർവ് ചെയ്തിരിക്കണം. ഇതിൽ VVIPs ഉണ്ടാവും, VIPs ഉണ്ടാവും, സെലിബ്രിറ്റീസ് ഉണ്ടാവും. അവർക്കൊക്കെ സെപ്പറേറ്റ് മെനു നമ്മൾ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ സർവീസ് ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരെ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മുടെ കീഴിൽ ഓൾമോസ്റ്റ് 20, 30, 40 ആൾക്കാരുണ്ടാവും വർക്ക് ചെയ്തുകൊണ്ട്. ആ ആൾക്കാരെ മുഴുവൻ നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യണത് ഈവന്റ് 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ 4:30 പോയിട്ടല്ല തുടങ്ങുക. ഇതൊക്കെ ഒരാഴ്ചക്ക് മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങും. ആ ഈവന്റിന്റെ പ്ലേസ് പോയി കാണും, എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് നോക്കും, നിങ്ങൾ എവിടെ നിൽക്കണം, മറ്റുള്ളവർ എവിടെ നിൽക്കണം, ഇത് സർവീസ് എവിടെ നടക്കും, ഇവിടെ എന്താണ് കൊടുക്കുക, ഇവിടെ എന്താ കൊടുക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവോ, തിരക്കും തിക്കും എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, VVIPസിന്റെ കൗണ്ടർ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, സർവീസ് VVIPക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നെല്ലാം തന്നെ നമ്മൾ ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ നമുക്ക് വേണം.
ആൻഡ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഈവന്റ് റെഡി ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർവീസ് അവിടെ കറക്റ്റ് ആയിരിക്കണം, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. ഈ പറയുന്ന സമയം മുഴുവൻ ഫുഡ് കേടുകൂടാതെ ഉണ്ടാവണം. റൈറ്റ്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡാണ്. സോ കേടുകൂടാതെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. വന്നു കഴിയുന്ന ആൾക്കാരെ എത്ര പ്ലസന്റോട് കൂടിയിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്നു എന്നുള്ളത് ഉണ്ടാവണം. നമ്മള് നിൽക്കുന്ന ആ കൗണ്ടറിൽ നിൽക്കുന്ന ഒരാളുടെ മുഖം ചുളിഞ്ഞാൽ മതി, ദ എൻറ്റയർ ഈവന്റ് വിൽ കൊലാപ്സ്. ഒരു കംപ്ലൈന്റ് പോയാൽ പോരെ, ആ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മുഖം നോക്ക്, വേണമെന്നേ ഇല്ലാണ്ട് സർവീസ് ചെയ്യണു. ചില അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ അതിനെ ഹെഡ് ചെയ്യുന്ന ആള് ആ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാത്തതുകൊണ്ടാണ്. സോ ഇവരുടെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്യണം. അതായത് ഞാനിപ്പോ ഹെഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ആ ഇവന്റ് കഴിഞ്ഞു, ഞാൻ ഹെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൈയും കെട്ടിയിട്ട് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ പറ്റില്ല. നമ്മൾ ഇറങ്ങി ജോലി ചെയ്യാണ്. അവിടെ അവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യണം. അവർക്ക് തോന്നണം മാഡം കൂടെ ഉണ്ട്, എനിക്ക് ആ ധൈര്യമുണ്ട്, നമുക്കത് ചെയ്യാം എന്നുള്ളത്. സോ അവിടെയാണ് നമ്മുടെ റോൾ വരുന്നത്. അതൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി റെഡി ടു വർക്ക് ഹാർഡ്. ഇതെല്ലാം വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സംഭവമാണ്. സോ ഷെഫ് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും മുഖം ചുളിക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതൊന്നും അല്ല. ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് ഗോഡ്സ് ബ്ലെസ്സിങ് ദാറ്റ് ഞാനൊരു ഷെഫാണ്. ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ഞാനൊരു സെലിബ്രിറ്റി ഷെഫാണ്, ഞാനൊരു പ്രൈവറ്റ് ഷെഫാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ബിക്കോസ് ഐ നോ മൈ ഡ്യൂട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോട്ട് ഇടാൻ തന്നെ ഐ കൺസിഡർ ഇറ്റ് ആസ് പ്രിവിലേജ്. ബിക്കോസ് ഈ ഒരു യൂണിഫോം എല്ലാവർക്കും പറ്റിയിട്ടുള്ള കാര്യമല്ല. ഒരു ആൾക്കോ രണ്ടാൾക്കോ ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടാതിരിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ 24 മണിക്കൂറും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, 3000 പേർക്കും 4000 പേർക്കുമാണ് നമ്മൾ മിനിമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത്ര കാലം നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണം. ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾക്ക് അത് ഏത് കഴിവായിക്കോട്ടെ, നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നും കൊണ്ട് നിങ്ങൾ ഇത് ചിന്തിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ ആ ഫീൽഡിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സുകൊണ്ട് ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥത, എത്ര ബുദ്ധിമുട്ട് വന്നാലും ഞാൻ പിന്നോട്ട് മാറില്ല എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു കോൺഫിഡൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, രാവും പകലും കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പാഷനെ പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എക്സാമ്പിൾ ഞാനാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, ഒഴിവേ ഇല്ലേമ്മ? എനിക്ക് ഒഴിവ് വേണ്ട. ഞാൻ ഒഴിവായിട്ടുള്ള രീതിയിൽ ഇരുന്നു, കുറെ കാലം ഞാൻ ഇരുന്നു, വേണ്ട പോലെയൊക്കെ ഞാൻ എല്ലാവർക്കും എല്ലാം ചെയ്തു. ഇനി ഞാൻ എന്റെ സ്വപ്നം ഞാൻ ജീവിക്കട്ടെ, അതിലൂടെ ഞാൻ നടക്കട്ടെ, അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. ഇത്ര കാലം ഞാൻ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ട് തന്നെയല്ലേ നടന്നത്. ഇനി ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണു എന്നുള്ളതായിരുന്നു ഞാൻ എടുത്ത തീരുമാനം. ആൻഡ് ഐ ഫീൽ ദാറ്റ് എനിക്ക് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. ഇന്ന് വിനീസ് കിച്ചൺ എന്ന് പറയുന്ന കേറ്ററിംഗ് സർവീസ്, ഇന്ന് വിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഷെഫ് വിനി എന്ന് പ്രൈവറ്റ് ഷെഫ്, സെലിബ്രിറ്റി ഷെഫിനെ ഒന്ന് തെരഞ്ഞു വരണം എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ സർവീസും എന്റെ ഫുഡിന്റെ ടേസ്റ്റും എന്റെ കൈപുണ്യം കൊണ്ട് ഞാൻ അവരെ ആ ഒരു ലെവലിലേക്ക് അവർക്ക് അത് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയില്ലേ, ഷെഫ് വിനിയുടെ അടുത്ത് കൊടുക്കൂ, ഈവന്റ് ആണെന്നുണ്ടെങ്കിൽ ഹോം കുക്ക്ഡ് ഫുഡ് വരുമല്ലോ എന്ന് പറയുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഷെഫ് വിനിയെ വിളിക്കൂ ഈ ഒരു ഈവന്റ് ചെയ്യാൻ എന്ന് ആൾക്കാരെ വിശ്വസിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇന്ന് അത് എനിക്കത് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ, ഞാൻ എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ആ ശക്തി തന്നുല്ലോ ദേവി, എനിക്കത് മതി, ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളാം. എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ 100% കൊടുത്തിരിക്കും. ഫുഡിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഹാർഡ് വർക്കിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഒരാൾക്ക് ഒരു പറയിപ്പിക്കാനുള്ള ഇട വരില്ല. പിന്നെ ഐ എം വെരി സ്ട്രിക്റ്റ്. എന്റെ കീഴിൽ ജോലി ചെയ്ത എല്ലാവർക്കും അറിയാം, ഐ എം വെരി സ്ട്രിക്റ്റ്. ഞാൻ എന്നുള്ള ഒരു ലെവലിലേക്ക് നിൽക്കില്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആവില്ല. ജോലി എന്ന് പറഞ്ഞാൽ ജോലി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. സോ ഐ തിങ്ക് എനിക്ക് എന്റെ കാറിന്റെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. ബിക്കോസ് ഇന്ന് എന്താണ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മള് ഷെഫ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ.
ഇനിയും നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അറിയിക്കുക. ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും. കുറച്ചൊക്കെ ക്ലിയർ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പോട്ടെ, സമയമായി ഇറങ്ങാൻ. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് കയറണം. അത് കഴിഞ്ഞാൽ ഞാൻ രാത്രിയെ വരുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.